വെൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹൈനെക്ക് വീനെക്ക് ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ആണ് എടുക്കുന്നത്. ഇതാണ് ആ ബ്ലൗസ് വന്നേക്കുന്നത്. പക്ഷെ അത് കഴുത്ത് യു കഴുത്താണ്. നമ്മൾ തയ്ക്കുന്നത് നെക്ക് വി ആണ്. ഇതിൻ്റെ നമുക്ക് അളവ് ആദ്യം ഇതാണ് തുണി തന്നേക്കുന്നത്. 1.12 ഇത് ലൈനിങ്. നമുക്കിതിൻ്റെ അളവെടുക്കാം. പതിമൂന്നരയാണ് ഇറക്കം വരുന്നത്. മുപ്പത്തിരണ്ടാണ് ചെസ്റ്റ് അളവ് വന്നിട്ടുള്ളത്. അടിവശത്തെ വണ്ണം വന്നിട്ടുള്ളത്, അതായത് വേസ്റ്റ് വണ്ണം വന്നിട്ടുള്ളത് 26. ഷോൾഡർ നോക്കാം. വന്നിട്ടുള്ളത് 14ആണ്. നമുക്ക് കയ്യിറക്കം നോക്കാം. കയ്യിറക്കം 9.5 ഇഞ്ചാണ്. കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ടുള്ളത് 6.5 ഇഞ്ച്. ടക്ക് പോയിന്റിൻ്റെ ഇറക്കം വന്നിട്ടുള്ള 9. കൈയുടെ വണ്ണം 7 ഇഞ്ച്. അടിവശത്തെ വണ്ണം 5 ഇഞ്ച്. ഇത്ര അളവ് കഴിഞ്ഞ് നമുക്ക് തുണി വെട്ടിയെടുക്കാം. തുണി രണ്ടാക്കി മടക്കിയിടാം. തുണി നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 13.5 ഇഞ്ചാണ് തയ്ച്ച് തീരുവാൻ വേണ്ടത്. ഇനി നമ്മൾ 14 ഇടും. നമുക്ക് ഷോൾഡർ 14ആണ്, അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 14. പിന്നെ കഴുത്താക്കല്ല 2.5 ഇഞ്ച്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. 3/4 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തു. ഇതാണ് നമ്മുടെ കഴുത്താക്കലം വന്നിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ സ്ലോപ്പ് കൊടുക്കും. ഇനി നമുക്ക് കൈക്കുഴിയാണ് എടുക്കേണ്ടത്. നമ്മൾ 6.5 ഇഞ്ച് കൈക്കുഴി എടുത്തു. അതിലേക്ക് വരയ്ക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണാണ് എടുക്കേണ്ടത്. 32ആണ്. 32ൻ്റെ ഇവിടെ 4 കൂട്ടുമ്പോൾ 36 വന്നു. 36ൻ്റെ 4 വണ്ണം 9 ഇഞ്ച്. താഴെ വശത്ത് നമ്മൾ 26 തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ 6.25. നമുക്ക് കൈക്കുഴി വരയ്ക്കാം. ഇവിടെ ആംഹോള് 14ആണ്. അത് നോക്കാം. നമുക്ക് 14ൻ്റെ കൂടെ അര കൂട്ടുമ്പോൾ 14.5 വന്നു. 7.4. ഇവിടെ അടിച്ചു പോകുമ്പോൾ കറക്റ്റായിട്ട് ആംഹോൾ റൗണ്ട് കിട്ടും. നമുക്കിത് വെട്ടിയെടുക്കാം.
കഴുത്തകലത്തിൻ്റെ ഉടനെ വെച്ചിട്ട് വെച്ചു. നമ്മൾ പുറകുവശം കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കൈ കട്ട് ചെയ്യാം. നമുക്ക് കൈയുടെ ഇറക്കം നമ്മളിവിടെ 9.5 എഴുതിയത്, പക്ഷെ അവർ 14.5 ഇഞ്ചാണ് കൈ ഇറക്കം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 1 ഇഞ്ച് കൂടെ കൂട്ടി 15.5. ഗൾ ഷേപ്പ് കൊടുക്കുന്നത് 3.5 ഇഞ്ച്. വണ്ണം 12 വണ്ണം നമുക്ക് 7 ഇഞ്ച്. നമ്മളിവിടെ അടയാളത്തിൽ വെച്ചിട്ടുണ്ട് 7 ഇഞ്ച്. അടിവശത്തെ വണ്ണം വരുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ 4.5 ഇഞ്ച്. കൈ നമുക്ക് പകുതി അടയാളപ്പെടുത്താം. നെക്ക് ഷേപ്പ് വരയ്ക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കൈയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മുൻവശമാണ് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ട് പീസ് വെട്ടാൻ പോകണം. പുറകും കയ്യും നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടണം. അതിന് മുന്നേ നമുക്കിവിടെ ഒരു 1/4 ഇഞ്ച് സൈഡിൽ മാർജിൻ ഇട്ടു. അതിൻ്റെ ഒപ്പം കൃത്യം വെച്ചു. ശേഷം നമ്മൾ ഇത് കറക്റ്റായിട്ട് ഇറക്കം കൈക്കുഴി പോലെ തന്നെ കൈക്കുഴി നമ്മൾ വരച്ചെടുക്കുകയാണ്. പിന്നെ നമുക്ക് പുറകു പീസ് എടുത്ത് മാറ്റാം. ഏതാണ് അതെല്ലാം നമുക്ക് അടയാളപ്പെടുത്തി വെക്കാം. നമ്മുടെ പുറകു വശത്തെ പീസ് വെച്ചിട്ട് നമ്മൾ ഇറക്കവും വണ്ണവും എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 3.5 ഇഞ്ച് ഇവിടെ നമ്മൾ 3/4 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. ഈ അടയാളപ്പെടുത്തിയെടുക്കുന്ന നമ്മുടെ കഴുത്തിൻ്റെ അകലമാണ്. അവിടെ നമ്മൾ 1 ഇഞ്ച് പുറത്തേക്ക് മാറ്റിയിടാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറക്കം പിടിക്കണം. 6.5 ഇഞ്ചാണ് ഇറക്കം. നമുക്ക് കഴുത്ത് വരയ്ക്കാം. വി ആണ് നമുക്ക് കഴുത്ത് വരയ്ക്കേണ്ടത്. ഇങ്ങനെ വി വരച്ചാൽ നമുക്ക് ഒതുങ്ങി പോകുന്നതുകൊണ്ട് നമ്മൾ ഷേപ്പായിട്ടാണ് വരയ്ക്കുന്നത്.
നമ്മൾ കഴുത്ത് വരച്ചു. അപ്പോൾ കൈക്കുഴി കുഴിച്ച് വരച്ചു. ഇനി നമുക്ക് ഇതിവിടെ 1 ഇഞ്ച് വീതിയുള്ളൂ. നമുക്ക് തൽത്തുമ്പം കൂടെ വേണം. നമ്മൾ ഇപ്പുറത്തേക്ക് 1/2 ഇഞ്ചും കൂടി ഇടും. നമുക്കിതിൻ്റെ പോയിന്റ് 10 ഇഞ്ചാണ് ഇത് അടയാളപ്പെടുത്തി. നമുക്കെല്ലാം 4 ഇഞ്ച്. അണ്ടർ പോയിന്റിൻ്റെ ഇറക്കം 13.5 ഇഞ്ച്. നമുക്കിത് ടക്ക് വരയ്ക്കാം. ടക്കിൻ്റെ അകലം കൊടുക്കുന്നത് 1 ഇഞ്ചാണ്. ഇതിന് ഷേപ്പ് എടുക്കാം. ഇവിടെ നമ്മൾ 1 ഇഞ്ച്, ഇവിടെ 1/4 ഇഞ്ച്. നമ്മളത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് ടക്ക്. നമ്മുടെ ഫ്രണ്ട് വശം നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. തൽത്തുമ്പ് നമ്മുടെ പുറകു പീസും ഫ്രണ്ട് പീസും കൈ നമ്മൾ വെട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് കട്ടിങ്, ക്രോസ് പീസ് എല്ലാം കട്ട് ചെയ്യണം, ലൈനിങ് എല്ലാം കട്ട് ചെയ്യണം. നമുക്കിതിൻ്റെ കട്ടിങ് കട്ട് ചെയ്യാം. കട്ടിങ്ങിൻ്റെ ഒരു വശത്ത് നമ്മൾ 4.5 എടുക്കുന്നു, നടുക്ക് നമ്മൾ 4 എടുക്കുന്നു, സൈഡിൽ നമ്മൾ 4.25 എടുക്കുന്നു. നീളം 11. കഴുത്തിൻ്റെ അവിടെ വരുന്ന സ്ഥലം നമുക്കിത് കട്ട് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ബാക്കി കട്ടിങ് എടുക്കണം. ഒരു കട്ടിങ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയും കൂടെ എടുത്തിട്ട് നമുക്ക് തയ്ക്കാം. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തയ്ക്കുന്ന വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. കാരണം കട്ട് ചെയ്യാനാണ് എല്ലാവർക്കും വിഷമം. തയ്ക്കാൻ എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ തയ്ക്കുന്ന വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇത് തയ്ച്ചു കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഫിനിഷിങ് ഫോട്ടോയും കൊണ്ടിടാം. അങ്ങനെ നമ്മുടെ ഹൈനെക്ക് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഹൈനെക്ക് യു അല്ല തയ്ച്ചേക്കുന്നത്. അവർക്ക് വിടർന്ന കഴുത്ത് വേണ്ടാത്തതുകൊണ്ട് നമ്മൾ
ഒതുങ്ങിയ ഒരു കഴുത്ത്, വി ഷേപ്പിലുള്ള കഴുത്താണ് തയ്ച്ചേക്കുന്നത്. അപ്പൊ ഇതിന്റെ കട്ടിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്